ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ FACSൻ്റെ പാർട്ട് ബിയിൽ സ്ഥിരമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, അതായത് ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് വേവിന്റെ ഇക്വേഷനും അതെങ്ങനെയാണ് ആ ഇക്വേഷൻ നമ്മുടെ സിനുസോയ്ഡൽ ഫോർമാറ്റിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പോ ഡിറൈവ് ദ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സിനുസോയ്ഡൽ വേവ് ഫോമിന്റെ സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മുടെ EMFന്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഒരു നോർത്ത് പോളും അതേപോലെ തന്നെ ഒരു സൗത്ത് പോളും വരച്ചു, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് വരച്ചു, മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു. അതിൽ നമ്മൾ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഫിഗർ എല്ലാം വരച്ച് കാണിക്കുക. അതിനുശേഷം നമ്മൾ പറയാം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് EMF ഈസ് ഈക്വൽ ടു മൈനസ് d∅dt ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് നമ്മുടെ EMF എന്നുള്ളത്. നമ്മുടെ ജനറേഷൻ ഓഫ് AC എന്നുള്ള വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് B ഇൻറ്റു എ ആണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അപ്പം അത് നമ്മൾ വെക്റ്റർ ഫോർമാറ്റിൽ എഴുതുന്ന സമയത്ത് ഈ ഇക്വേഷനെ നമ്മൾ മൈനസ് d∅dt എന്നുള്ളതിനെ നമ്മൾ മൈനസ് ഓഫ് d∅dt ഓഫ് B ഡോട്ട് എ, ഇത് രണ്ട് വെക്ടറാണ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് അതിനെ മൈനസ് d∅dt ഓഫ് B ഡോട്ട് എ എന്ന് പറയുന്നത് BA കോസ് തീറ്റ ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഇതിനു മുമ്പൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. അതായത് ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് d∅dt ഓഫ് BA കോസ് ഒമേഗ ടി എന്ന് വരും. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് BA ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. കോസ് ഒമേഗ ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി വരും. പുറത്തുള്ള മൈനസുമായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് BA ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ഇത് ശരിക്ക് E0 സൈൻ ഒമേഗ ടി എന്നുള്ള ഫോർമാറ്റിലാണ്. ഈ BAW എന്ന് പറയുന്ന ഈ ടേം ആണ് നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന E0 എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഏതാണ് EMFന്റെ ഇക്വേഷൻ E is equal to E0 സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ
നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പൊ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഡിസ്ക്രൈബ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിലും പടമൊക്കെ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഡിസ്ക്രൈബ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നമ്മൾ ഈ സിനുസോയിഡൽ വേവ് ഫോമിന്റെ ഫിഗർ ഒക്കെ നീറ്റ് ആയിട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറയുക 0 മുതൽ 360 ഡിഗ്രി ആണ് നമ്മുടെ ഒരു ഫുൾ സൈക്കിൾ വരുന്നതെന്ന് പറയുക. എന്നിട്ട് നമ്മൾ കണ്ട ഓരോ സ്ഥലത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ എങ്ങനെ പോകുന്നതെന്ന്. അതായത് ഒമേഗ ടി 30 ആയപ്പോൾ വാല്യൂ കിട്ടുന്നു, ഒമേഗ ടി 45 ആയപ്പോൾ ഉള്ള വാല്യൂ, ഒമേഗ ടി 60 ആയപ്പോൾ ഉള്ള വാല്യൂ, എല്ലാം നമ്മൾ സൈൻ തീറ്റയുടെ വാല്യൂ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ വ്യക്തമായിട്ട് എഴുതുക. വി ഐ ഇസ് ഈക്വൽ ടു വി ഇൻസ്റ്റന്റേനിയസ് ഇസ് ഈക്വൽ ടു വി മാക്സ് സൈൻ ഒമേഗ ടി. അപ്പൊ അതിൽ വി എം എന്നുള്ളത് മാക്സിമം വാല്യൂ ആണെന്ന് പറയുക, വി ഐ എന്നുള്ളത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി അല്ല, ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പൊ അത് നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ സിനുസോയിഡൽ വേവ് ഫോമിന്റെ ആ ഷേപ്പും എല്ലാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേവ് ഫോമിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഡിറൈവ് എന്ന് ചോദിച്ചാൽ മറ്റേതിനാണ് നിങ്ങൾ എഴുതുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിസ്ക്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ, നമ്മുടെ വേവ് ഫോമിന്റെ ഷേപ്പ്, നമ്മുടെ സിനുസോയിഡൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ സൈൻ തീറ്റ എങ്ങനെയാണോ പോകുന്നത് ആ സൈൻ തീറ്റയുടെ ആ വാല്യൂവിനനുസരിച്ചാണ് നമ്മുടെ എ സിക്ക് ആ സൈൻ വേവിന്റെ ഷേപ്പ് കിട്ടിയതെന്നുള്ളതാണ് നമ്മൾ ഈ വി ഐ ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ കൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 12 നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുന്നു. ഇനി നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ കാണുന്നതെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്ട് ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 4 ക്വസ്റ്റ്യൻ എഴുതണം. 4 ക്വസ്റ്റ്യന് 6 മാർക്ക് വെച്ച് ഏകദേശം 24 മാർക്ക് നമുക്ക് പാർട്ട് ബിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതും സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് സിനുസോയിഡൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 3 വേവ് ഫോം ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ 3 ഫേസ് വേവ് ഫോം വരുന്നത് അല്ലെ. അപ്പോൾ ആർ വൈ ബി, അതായത് ഈ ആർ വൈ ബി 3 ഫേസിന്റെ വേവ് ഫോം സൈമിൾട്ടേനിയസ് ആയിട്ട് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 ഫേസ് സിസ്റ്റത്തിൽ എന്താണ്, ഒരിക്കലും വോൾട്ടേജോ കറണ്ടോ, വോൾട്ടേജ് ഓർ കറണ്ട് എന്ന് പറയണ്ട, വോൾട്ടേജ്, അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റിലും വോൾട്ടേജ് എന്താവുന്നില്ല, 0 ആവുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഫേസ് പോയി കഴിഞ്ഞാലും മറ്റ് 2 ഫേസുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ 3 ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആർ ഫേസും വൈ ഫേസും പോയിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മൂന്നാമത്തെ ഫേസിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ഫേസ് ആയിട്ടുള്ള ലോഡുകൾ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊരു പോയിന്റ്, അതായത് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. പിന്നെ കോമൺ ആയിട്ട് പറയുന്ന കുറെ കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ ലൈൻസ് റിക്വയർ മച്ച് ലെസ് കണ്ടക്ടർ മെറ്റീരിയൽ. അതായത് നമുക്ക് 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ എടുക്കുന്ന കറണ്ടിനെക്കാട്ടിലും കുറവ് കറണ്ട് സെയിം പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3 ഫേസ് സിസ്റ്റം ഡ്രോ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടക്ടർ മെറ്റീരിയൽ കറണ്ട് കുറവായത് കൊണ്ട് തന്നെ 3 ഫേസ് മെഷീന്റെ കറണ്ട് സെയിം പവറിൽ നോക്കുമ്പോൾ
ഒരു ഫേസിൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേസ് മെഷീനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്മിഷൻ എടുത്താലും ഒരു സിംഗിൾ ഫേസ് മെഷീനറി എടുത്താലും ഒരു ഫേസിൽ ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 3 ഫേസിന് ലെസ് ആയിരിക്കും. അങ്ങനെ 3 ഫേസിന് കറണ്ട് ലെസ് ആയതുകൊണ്ട് തന്നെ കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കണ്ടക്ടർ മെറ്റീരിയൽ കുറച്ചു മതി. അതായത് കണ്ടക്ടറിന്റെ ഉപയോഗിക്കുന്ന കോപ്പറിന്റെ ക്രോസ് സെക്ഷൻ കുറച്ചു മതി എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ 3 ഫേസ് മെഷീന് 3 ഫേസ് മോട്ടറുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ട് കൂടുതലാണ്. 3 ഫേസ് മോട്ടറിന് സിംഗിൾ ഫേസ് മോട്ടറിനെക്കാട്ടിലും യൂണിഫോം ആയിട്ടുള്ള ടോർക്കാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 3 ഫേസ് ഉള്ളത് കൊണ്ട് വോൾട്ടേജും കറണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ടോർക്കിന് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അതായത് കറണ്ടും വോൾട്ടേജും ഒരു സമയത്തും 0 ആവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അതാണ് ഈ പൾസേറ്റിംഗ് ടോർക്ക് ഉണ്ടാവുന്നില്ല എന്ന് 3 ഫേസിൽ പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 3 ഫേസ് മെഷീൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. മോട്ടോർ പ്രത്യേകിച്ച് ഇൻഡക്ഷൻ മോട്ടോറുകൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ വോൾട്ടേജ് റെഗുലേഷൻ ബെറ്റർ ആണ്. ക്യാൻ ബി യൂസ്ഡ് ഇൻ സപ്ലൈ ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ പവർ. അതായത് ഡൊമസ്റ്റിക് പർപ്പസിനാണെങ്കിൽ പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഫേസ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ റിലയബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇത് 3 ഫേസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് എന്ന് ചോദിക്കത്തില്ല, അതിന് പകരം പോളിഫേസ് സിസ്റ്റം എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എഴുതിക്കോളുക. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു സ്റ്റാർ കണക്ഷനും ഒരു ഡെൽറ്റ കണക്ഷനും വരച്ചു കഴിഞ്ഞാൽ തന്നെ ഭംഗിയാവും. ഇത് സ്റ്റാർ കണക്ഷൻ ആകുമ്പോൾ ന്യൂട്രൽ ഉണ്ട്, ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്. ഇവിടെ ഡെൽറ്റ ആവുമ്പോൾ ഡെൽറ്റ വരയ്ക്കുക. ഡെൽറ്റയിലും ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം ഫേസ് ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് വോൾട്ടേജ് ആയിരിക്കും? ഫേസ് വോൾട്ടേജ് ആണ്. അതിനെ നമ്മൾ VR എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേസമയം രണ്ട് ഫേസ് തമ്മിലുള്ള വോൾട്ടേജ്, ഇപ്പം വൈ ഫേസും ബി ഫേസും തമ്മിലുള്ള വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അത് VRY എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്താണ്? ലൈൻ വോൾട്ടേജ് ആണ്. VRY നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. ഡെൽറ്റ ആണെങ്കിൽ ഇത് ആർ ഫേസ്, ഇത് വൈ ഫേസ്, ഇത് ബി ഫേസ്. അപ്പൊ നമ്മള് ഈ വൈ ഫേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VY ആണ്. അതെന്ന് പറയുന്നത് VRY തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റയിൽ എന്താണ്? ഫേസ് വോൾട്ടേജും ഇസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ആണ് ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ പറയാണ്. ഇൻ എ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം there is a common point known as neutral. അത് നമ്മൾ എർത്തി. അപ്പൊ ന്യൂട്രൽ ഉള്ളത് എന്ത് കണക്ഷൻ മാത്രമേ ഉള്ളൂ? സ്റ്റാർ കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഡെൽറ്റയിൽ ന്യൂട്രൽ ഇല്ലായിരിക്കും. അപ്പൊ കസ്റ്റമർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രൽ എർത്തി ചെയ്ത് വേണ്ട കസ്റ്റമേഴ്സിനെല്ലാം സ്റ്റാർ കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റാർ കണക്ഷൻ സിസ്റ്റത്തിൽ നമുക്ക് 3 ഫേസ് 4 വയർ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. മറ്റേത് 3 ഫേസ് 3 വയർ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. 3 ഫേസ് 4 വയർ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ ഈ നാലാമത്തെ വയറായിട്ടുള്ള ന്യൂട്രൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് 3 ഫേസ് 4 വയർ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആണ്. ആ ഇക്വേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഡെൽറ്റ ആണെങ്കിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
അതേപോലെ തന്നെ സ്റ്റാർ കണക്ഷനിൽ കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് കറണ്ട് ലൈൻ കറണ്ടും സെയിം ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ലൈൻ കറണ്ട് ഡെൽറ്റ ആണെങ്കിലോ ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും. എല്ലാ കേസിലും ലൈൻ വാല്യൂ ആയിരിക്കും കൂടുതൽ ഫേസ് വാല്യൂവിനെക്കാട്ടിലും. അതായത് ഡെൽറ്റ ആവുമ്പോൾ ഫേസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ലൈൻ വാല്യൂവിനെക്കാട്ടിലും 1/√3 ടൈംസ് കുറവായിരിക്കും. അത് 1/√3 ഇൻറ്റു ലൈൻ വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ വോൾട്ടേജ് ഡെൽറ്റയിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഒരെണ്ണത്തിൽ കറണ്ട് ഡിഫറെന്റ് ആണ്, ഒരെണ്ണത്തിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ടോട്ടൽ 3 ഫേസ് പവർ സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും √3 ലൈൻ വാല്യൂവിൽ പറയുവാണെങ്കിൽ √3 VL/IL cos phi എന്ന് നമ്മൾ പറയും. ഫേസ് വാല്യൂവിൽ പറയുവാണെങ്കിൽ 3 V ഫേസ് I ഫേസ് cos phi എന്ന് പറയും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത പാർട്ട് ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് AC-യുടെയും DC-യുടെയും AC-യുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് വേറെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കമ്പയർ AC ആൻഡ് DC സിസ്റ്റം എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ഓഫ് AC ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ എഴുതിയാൽ മതി. നേരത്തെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. AC ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജിൽ ഉപയോഗിക്കാം. AC-ക്ക് തന്നെ എഫിഷ്യൻസി ഹൈ ആണ്. നമ്മൾ AC-യുടെ ജനറേഷൻ നമ്മളിപ്പോൾ A6-ലൊക്കെ S5-ൽ S4-ൽ പഠിച്ചല്ലോ. അപ്പൊ ജനറേഷൻ AC ജനറേറ്റർ വെച്ചിട്ടുള്ള ജനറേഷൻ ആണ് എളുപ്പം. AC ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ AC-യിൽ തന്നെ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ച് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ, അപ്പോൾ ഈ ട്രാൻസ്മിഷൻ മൊത്തം നോക്കിയാലും ആൾട്ടർനേറ്റിംഗ് സിസ്റ്റം ആണ് ഈസി എന്ന് പറയുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് AC എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് DC മെഷീനെക്കാട്ടിലും കുറച്ചുകൂടെ റോബസ്റ്റ് ആൻഡ് സിമ്പിൾ ആണ്. അതായത് ഏത് മോശമുള്ള അവസ്ഥയിലും നമുക്ക് AC മോട്ടറൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. DC മോട്ടർ എന്ന് പറയുന്നത് അങ്ങനല്ല, കുറച്ചുകൂടെ ഭയങ്കര ഒരു പ്രിസൈസ് ഡിസൈനും ആണ്. അതേപോലെ ഭയങ്കര റഫായിട്ട് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറൊക്കെ കൊണ്ടുവച്ച് ഉപയോഗിക്കുന്നതാണ് DC മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് DC വളരെ കൂടുതലാണ്. വലിയ പവറുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഹെവി കോസ്റ്റ് ഉള്ള DC റെക്ടിഫയേഴ്സും കാര്യങ്ങളും ഇൻവെർട്ടേഴ്സും ഒക്കെ വരുമ്പോൾ തന്നെ DC-യുടെ ആ കൺട്രോളിങ് എക്യുപ്മെന്റ്സിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതാണ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് AC-ക്ക് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ AC സ്വിച്ച് ഗിയേഴ്സ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ആണ്. AC സിസ്റ്റം ആണ് എക്കണോമിക്കൽ. AC is safer than DC സിസ്റ്റം. DC-യെക്കാളും കുറച്ചുകൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും മാത്രമല്ല ന്യൂട്രൽ നമ്മൾ ഇപ്പൊ 2 വയർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു എർത്ത് വോൾട്ടേജ് DC-യുടെ 2 ലൈനിനും പൊട്ടൻഷ്യൽ ഉണ്ടാവും. പക്ഷെ AC-യുടെ ഒരു ലൈൻ നമ്മൾ എപ്പോഴും ന്യൂട്രൽ സിസ്റ്റത്തിൽ നിർത്തുന്നത് കൊണ്ട് എപ്പോഴും ഒരു സേഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് AC ആണ് പറയാൻ പറ്റുന്നത്. ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം എഴുതിയാൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദിച്ചു കണ്ടിട്ടുള്ളത്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പവർ ഫാക്ടർ ആൻഡ് പവർ ട്രയാങ്കിൾ എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇതിലെ പവർ ട്രയാങ്കിൾ എന്താണ്, എക്സ്പ്ലെയിൻ പവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് പാർട്ട് ബിയിൽ. അത് വളരെ സിമ്പിൾ ആണ്. പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ 3 ടൈപ്പ് പവർ ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ. അപ്പൊ ഈ 3 പവറുകളെ വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ആണ് പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ P ആണ്, റിയാക്റ്റീവ് പവർ Q ആണ്, അപ്പാരന്റ് പവർ S ആണ്. അപ്പോ നമ്മുടെ അപ്പാരന്റ് പവർ S എന്നുള്ള അപ്പാരന്റ് പവർ ഡയഗണൽ ആക്കി നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ ആണ് നമ്മുടെ പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് P ആയിരിക്കും, ആക്റ്റീവ് പവർ ആയിരിക്കും. Q എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ആണ്, അത് റിയാക്റ്റീവ് പവർ ആയിരിക്കും. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഫാക്ടറിന്റെ ആംഗിൾ ആണ്. അപ്പൊ ഇതില് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് VI cos phi ആണ്, റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് VI sin phi ആണ്. നമ്മൾ പഠിച്ചു അല്ലേ,
വാട്ട്സിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഹീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും യൂസ്ഫുൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വാട്ട്ഫുൾ പവർ ആണ് നമ്മുടെ എന്ത് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാത്തിന്റെയും ഉപയോഗപ്രദമായിട്ട് നമുക്ക് കിട്ടുന്ന പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് റീറ്റെയിൻ ചെയ്യാനും ഉള്ള ഒരു കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് റീറ്റെയിൻ ചെയ്യാനും ആ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം ഡ്രോ ചെയ്യുന്ന എക്സ്ട്രാ കറണ്ട് ആണ് റിയാക്റ്റീവ് പവർ ഉണ്ടാക്കുന്നത്. അതൊരിക്കലും ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു എനർജി ഫോം ആയിട്ട് അത് കൺവേർട്ട് ആവുന്നില്ല. ഇതിന്റെ രണ്ടിന്റെയും വെക്ടർ സം ആണ് നമ്മുടെ VRMS IRMS എന്നുള്ള അപ്പാരന്റ് പവർ എന്നുള്ളത്. അപ്പൊ ഈ S is equal to P plus JQ എന്നുള്ള ഇക്വേഷൻ ഒക്കെ എഴുതുക. ഈ ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പവർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ പവർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമ്പോൾ ഈ 3 പവറിന്റെ ഇക്വേഷൻ എഴുതുക. അപ്പം ആക്റ്റീവ് പവർ ആണ് യൂസ്ഫുൾ പവർ, റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് VI sin phi ആണ്, അത് യൂസ്ഫുൾ പവർ ആയിട്ട് വരുന്നില്ല. അതായത് ആ ഇൻഡക്റ്റൻസ് കാരണം, സർക്യൂട്ടിന്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാരണം ഉള്ള പവർ ആണ് റിയാക്റ്റീവ് പവർ. ഈ റിയാക്റ്റീവ് പവർ കാരണമാണ് നമ്മുടെ സർക്യൂട്ട് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ റിയാക്റ്റീവ് പവർ കൂടുതലാണെങ്കിൽ സർക്യൂട്ടിന്റെ പവർ ഫാക്ടറും കുറവായിരിക്കും. പവർ ഫാക്ടർ വളരെ കുറവായിരിക്കും. പവർ ഫാക്ടർ കുറവാണെങ്കിൽ എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പൊ ഈ പവർ ട്രയാങ്കിൾ വരയ്ക്കാനും അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സും പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഓക്കെ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. ഈ അഡ്മിറ്റൻസ്, കണ്ടക്ടൻസ്, സസെപ്റ്റൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം തന്നെ അഡ്മിറ്റൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാ അഡ്മിറ്റൻസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇംപീഡൻസ് ആണ്. അപ്പോൾ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് 1/z ആണ്. 1/z ആയതുകൊണ്ട് തന്നെ ഓം റൈസ് ടു -1 ആണ്. അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? സീമെൻസ് ആണ്. ഓക്കെ, സീമെൻസ്. അപ്പം ഇൻവേഴ്സ് ഓഫ് ഇംപിഡൻസ് ആണ് അഡ്മിറ്റൻസ്. അതേപോലെ തന്നെ നമ്മൾ ഇംപിഡൻസിന്റെ എങ്ങനെ എഴുതുന്നത്? Z is equal to R plus JX എന്ന് എഴുതുന്നത് അല്ലെ. അതിൽ R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ X എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആണ്. അപ്പൊ ഇതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ എഴുതുകയാണ്. ഇതിനെ മൊത്തം ഇൻവേഴ്സ് ആക്കി എഴുതുകയാണ്. അതായത് 1/z is equal to 1/R, എല്ലാത്തിനും ഇൻവേഴ്സ് ആക്കി എഴുതി, പ്ലസ് 1/jx. അങ്ങനെ എഴുതിയിട്ടുള്ള സംഭവമാണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്ന y is equal to g plus jb എന്നുള്ള സംഭവം, ഈ സംഭവം. അപ്പൊ എല്ലാത്തിന്റെയും ഇൻവേഴ്സ് ആണ് നമ്മുടെ ഈ പറഞ്ഞ അഡ്മിറ്റൻസ്, കണ്ടക്റ്റൻസ്, സസെപ്റ്റൻസ്. അപ്പൊ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് ഓഫ് ഇംപിഡൻസ് ആണ്. അടുത്തത് കണ്ടക്റ്റൻസ്, ഈ G എന്ന് പറയുന്നതാണ് കണ്ടക്റ്റൻസ്. അതെന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഓം റൈസ് ടു -1 സീമെൻസ് തന്നെയാണ്. ബി എന്ന് പറയുന്നതാണ് സസെപ്റ്റൻസ്. ഈ സസെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ R പ്ലസ്, നമ്മൾ JX എന്ന് പറഞ്ഞില്ലേ, JX എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്. അപ്പൊ ഇൻവേഴ്സ് ഓഫ് റിയാക്റ്റൻസ് ആണ് നമ്മുടെ സസെപ്റ്റൻസ്. അപ്പൊ ഇത് മൂന്നും കൂടെ 6 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എല്ലാത്തിന്റെ യൂണിറ്റ് എന്താണ്? സീമെൻസ് ആണെന്നുള്ളത്. എല്ലാത്തിന്റെ യൂണിറ്റ് നിങ്ങൾ ഏതെടുത്താലും അതിന്റെ യൂണിറ്റ് എന്താണ്? സീമെൻസ് ആണ്. ഓം റൈസ് ടു -1. അപ്പൊ നമ്മൾ ഇതും കൂടെ എഴുതുക. അതായത് the amount of current through a branch is proportional to the admittance. നമ്മൾ
നമ്മൾ ഇമ്പിഡൻസിന്റെ കേസിൽ പറയുന്നത് എന്താണ്? ഇമ്പിഡൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? സർക്യൂട്ടിന്റെ ഇമ്പിഡൻസോ റെസിസ്റ്റൻസോ റിയാക്ടൻസോ കൂടി കഴിഞ്ഞാൽ കറണ്ട് കുറയും. പക്ഷെ അഡ്മിറ്റൻസിന്റെ നമ്മൾ അങ്ങനെ അല്ല പറയുന്നത്. കാരണം ഇമ്പിഡൻസിന്റെ ഇൻവേഴ്സ് ആണ് അഡ്മിറ്റൻസ്. അതുകൊണ്ട് എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് അഡ്മിറ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇമ്പിഡൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. പക്ഷെ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇമ്പിഡൻസിന്റെ ഇൻവേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇമ്പിഡൻസിന്റെ എഫക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അഡ്മിറ്റൻസിന്റെ എഫക്റ്റ്. അപ്പൊ അഡ്മിറ്റൻസ് കൂടി കഴിഞ്ഞാൽ കറണ്ട് കൂടും. അഡ്മിറ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? കറണ്ട് ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എഴുതുക. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ I/V എന്ന് വരത്തുള്ളൂ. V/I എന്ന് വരുന്നതിന് പകരം Y എന്ന് പറയുന്നത് I/V ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അഡ്മിറ്റൻസും സസെപ്റ്റൻസും കണ്ടക്ടൻസും ഈ ഇക്വേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പാർട്ട് ബിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ചെറിയ കാര്യമാണ്, അതുകൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അതായത് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് എങ്ങനെയൊക്കെയാണ് പോസിബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ പവർ ഫാക്ടർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പവർ ഫാക്ടർ കുറവുള്ള സർക്യൂട്ടിന് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാരലൽ കണക്ഷൻ ഓഫ് കപ്പാസിറ്റർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിന്റെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കുറയുകയും സർക്യൂട്ടിന്റെ മൊത്തം പവർ ഫാക്ടർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. ആ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തം സർക്യൂട്ടിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് I' ആയി മാറി. ഓക്കെ, മൊത്തം കറണ്ട് I' ആയി മാറി എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വോൾട്ടേജ് വേവ് ഫോം നമ്മൾ ഹൊറിസോണ്ടലായി വരച്ചു. കപ്പാസിറ്ററിന്റെ കറണ്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രി ലീഡിങ് ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ലീഡിങ് ആണല്ലോ കപ്പാസിറ്റർ ഡ്രോ ചെയ്യുന്ന കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മുകളിലോട്ടാക്കി വരച്ചു. ഇത് കണ്ടോ, ആദ്യം I എന്ന് പറയുന്ന കറണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫസ്റ്റ് കറണ്ട്. ആ ഫസ്റ്റ് കറണ്ട് Φ1 ആംഗിൾ ആണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അല്ലേ? ഫസ്റ്റ് കറണ്ട് Φ1 ആംഗിളാണ് ക്രിയേറ്റ് ചെയ്തത്. സെക്കൻഡ് കറണ്ട് വന്നപ്പോൾ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് Φ2 ആയി. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ Φ2 ലെസ് ദാൻ Φ1 ആണ്. സോ എന്ത് സംഭവിച്ചു? കോസ് Φ2 എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമതുണ്ടായ കോസ് Φ2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കോസ് Φ1 ആയിരിക്കും. കാരണം കോസ് തീറ്റയുടെ വാല്യൂ കൂടുന്തോറും എന്താണ്? തീറ്റയുടെ വാല്യൂ കൂടുന്തോറും അതായത് കോസ് 0 1 ആണ്. അപ്പൊ കോസ് Φ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആംഗിള് സോറി, നമ്മളിപ്പോൾ പറഞ്ഞതിനകത്തൊരു മാറ്റം വന്നു. അതായത് Φ1 എന്ന് പറയുന്നത്
ഫസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന കറണ്ട് ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് 5 ആണ്. രണ്ടാമതുള്ള കറണ്ട് അപ്പം എന്താണ് ഫേസ് ആംഗിൾ ഇമ്പ്രൂവ് ചെയ്തു. ഫേസ് ആംഗിൾ ഇമ്പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ ചെറുതായി. നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫേസ് ആംഗിൾ ചെറുതായി. ഫേസ് ആംഗിൾ ചെറുതായപ്പോൾ നമ്മുടെ എന്താണ് ഫേസ് ആംഗിൾ ചെറുതാവുന്ന സമയത്ത് എന്ന് വെച്ചാൽ കോസ് തീറ്റയുടെ വാല്യൂ ബെറ്റർ ആയി. കോസ് ഓഫ് ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് നിയർ ടു 1 ആയിരിക്കും. അപ്പൊ കോസ് തീറ്റ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കോസ് തീറ്റ 1 ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അതില് പവർ ഫാക്ടർ ബെറ്റർ ആയി. ഏത് നമ്മുടെ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തപ്പോൾ അപ്പം കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ആക്റ്റീവ് പവർ കൂടുകയും ആക്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യുകയും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കറണ്ട് സപ്ലൈയിൽ നിന്ന് ഡ്രോ ചെയ്യും. അതായത് റിയാക്റ്റീവ് കമ്പോണന്റ് കുറയുകയും ചെയ്യും. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന്റെ ഒരു മെത്തേഡാണിത്. നമ്മുടെ ലോഡിന് അക്രോസ് ആയിട്ട് പാരലൽ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ലാഗിങ് കറണ്ട്, അതായത് ആ ലാഗിങ് ആംഗിൾ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആ ഫേസ് ഡിഫറൻസ് കുറയ്ക്കുകയും തൽഫലമായിട്ട് നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കുറയുന്നതോറും പവർ ഫാക്ടർ ബെറ്റർ ആയി വരും. ഇതാണ് സംഭവം. അപ്പൊ പവർ ഫാക്ടർ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിന്റെ ചിലപ്പം 4 എഴുതിയാൽ മതി, അതുകൊണ്ട് ഇതിന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ സ്റ്റാറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒന്ന് എഴുതിയാൽ മതി. എന്താണ് കപ്പാസിറ്റർ ഡ്രോസ് ലീഡിംഗ് കറണ്ട് ഫ്രം ദ സപ്ലൈ വോൾട്ടേജ്. പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ് ബൈ കണക്ടിങ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് ദ എക്വിപ്മെന്റ് ഓപ്പറേറ്റിംഗ് അറ്റ് ലോവർ പവർ ഫാക്ടർ. Then it compensates the lagging reactive component of load current, which results in improvement of power factor. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വലിയ സ്ഥലങ്ങൾ വലിയ ലോഡ് ആണെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക് ആണ് ഉപയോഗിക്കുന്നത്. 3 ഫേസ് സ്റ്റാറിലും ഡെൽറ്റയിലും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഡെൽറ്റ ആയിട്ട് കപ്പാസിറ്റർ ബാങ്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റാറിലും ഉപയോഗിക്കാറുണ്ട്, ഡെൽറ്റയിലും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, നോക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂവിന്റെ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളത് നമ്മളൊരു RMS വാല്യൂ ആവറേജ് വാല്യൂ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ RMS വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു DC വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AC-യുടെ കറസ്പോണ്ടിങ് വാല്യൂവിനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് പറഞ്ഞിരിക്കുന്നുണ്ടോ? RMS വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ of DC current which when flowing through a given circuit for a given time produces the same energy as produced by the alternating current when flowing through the same circuit at the time. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു DC കൊടുക്കുമ്പോൾ ഒരു സർക്യൂട്ടിൽ എന്ത് എനർജി ലോസ് ഉണ്ടായോ അത്രയും എനർജി ഉണ്ടാക്കുന്ന AC-യുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അതിനെയാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. ഇതില് RMS വാല്യൂ 6 മാർക്കിന് സപ്പോസ് ചോദിക്കുവാണെങ്കിൽ അത് ഡിറൈവ് ചെയ്യേണ്ടി വരും. അത് RMS വാല്യൂ 6 മാർക്കിന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ മാത്രം എഴുതി വെക്കരുത്, ഡിറൈവ് ചെയ്യണം. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. കണ്ടോ, ആദ്യം റൂട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ മൊത്തം സൈൻ വേവിന്റെ RMS വാല്യൂ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ആവറേജ് വാല്യൂ നമ്മൾ എടുത്ത സമയത്ത് ഒരു ഹാഫ് സൈക്കിളാണ് എടുത്തത്. ആവറേജ് വാല്യൂ ഫുൾ സൈക്കിളിന്റെ എടുത്തു കഴിഞ്ഞാൽ 0 ആയി. ആവറേജ് വാല്യൂ എടുക്കാനായിട്ട് ഹാഫ് സൈക്കിളാണ് എടുത്തത്. പക്ഷെ RMS എടുക്കുമ്പോൾ ഫുൾ സൈക്കിളാണ് എടുക്കുന്നത്. അപ്പൊ ഫുൾ സൈക്കിളിന്റെ ആവറേജ് കാണുക, എന്നിട്ട് അതിന്റെ റൂട്ടും കൂടെ കണ്ട്, അങ്ങനെയാണ് ഈ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്.
അപ്പോൾ ആ വി എം സൈൻ ഒമേഗ ടി എഴുതി അതിനെ സ്ക്വയർ ചെയ്തു. പിന്നെ സൈൻ സ്ക്വയർ ഒമേഗ ടി നമ്മൾ 1 മൈനസ് കോസ് ടു ഒമേഗ ടി എന്ന് എഴുതി, ബൈ 2 എന്ന് എഴുതി. എന്നിട്ട് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ 2-3 സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.707 വി എം എന്ന് എഴുതി. ഇത് മൊത്തം എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടം വരെയൊക്കെ എഴുതിയിട്ട് പിന്നെ ഒരു 2 സ്റ്റെപ്പിൽ 0.707 വി എം എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഫുൾ മാർക്ക് കിട്ടും. അപ്പം ഡിറൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ എഴുതുന്നതിന് മാർക്ക് ഉണ്ടാവും. പിന്നെ RMS വാല്യൂവിന്റെയും ആവറേജ് വാല്യൂവിന്റെയും എക്സ്പ്ലനേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ അത് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.